ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന പ്രമേഹ രോഗികൾ പാലിക്കേണ്ട ABCDEF കാര്യത്തെ പറ്റിയാണ്. അതൊരു 6 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. A തൊട്ട് F വരെയുള്ള കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഷുഗറിനെ നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ A എന്ന് പറയുന്നത് നമ്മൾ A1C ആണ്, HbA1c, അതായത് ഷുഗറിൻ്റെ ആവറേജ് വാല്യൂ. ഈ ആവറേജ് 7%, 7 ഗ്രാമിൽ കുറവാണെങ്കിൽ നമ്മൾ ഷുഗർ നല്ല കൺട്രോളാണ്. നമുക്ക് കാലിന് പ്രശ്നം വരികയില്ല, കണ്ണിന് പ്രശ്നം വരികയില്ല, കിഡ്നിയെ ബാധിക്കില്ല, ഹാർട്ടിന് ബ്ലോക്കൊന്നും വരികയില്ല. എപ്പോഴും നമ്മൾ ഷുഗറിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ 7, 6 ആക്കുകയാണെങ്കിൽ വളരെ നല്ല എക്സലൻ്റ് എന്ന് പറയും. 7 താഴെയാണെങ്കിൽ ഗുഡ് കൺട്രോൾ എന്ന് പറയും. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്താൻ നോക്കണം. അപ്പോൾ ഫാസ്റ്റ് ഷുഗർ ഒരു വാല്യൂ ഇപ്പോൾ 100 അല്ലെങ്കിൽ 110 ആയിട്ട് കാര്യമില്ല. ആവറേജ് നോക്കുമ്പോൾ നമുക്ക് HbA1c എപ്പോഴും A1c എന്ന് പറയുന്ന സാധനം എപ്പോഴും 7% കൂടുതൽ. അപ്പം നമ്മൾ 1% A1c പറയുകയാണെങ്കിൽ 40% കിഡ്നിക്കും കണ്ണിനൊക്കെ ഡാമേജ് വരും തടയാൻ പറ്റും. 1% 40% പരിക്കുകൾ വരുന്ന കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് കഴിഞ്ഞിട്ട് ബി വരുന്നത്. ബി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറാണ്. അപ്പം നമ്മൾ എപ്പോഴും പ്രമേഹമായിട്ട് ഒന്നിച്ച് വന്നൊരു സാധനമാണ് ബ്ലഡ് പ്രഷറാണ്. അപ്പം BP ഷുഗറും ഉണ്ട്, BP ആണെങ്കിൽ നമുക്ക് കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ കിഡ്നിക്കൊക്കെ ഡാമേജ് വരാൻ ചാൻസ് കൂടും. അപ്പം നമുക്ക് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. പ്രഷർ നമ്മൾ നോക്കുമ്പോൾ നോർമലായിട്ട് വരേണ്ടത് 130/80, 130/80 താഴെ നിൽക്കണം. 130/80ക്ക് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് വന്നാൽ 140/90ക്ക് ഒന്ന് സ്റ്റേജ് 1 BP മരുന്ന് തുടങ്ങേണ്ടി വരും. പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗികൾ 140/90 നമ്മൾ മസ്റ്റായിട്ട് മരുന്ന് തുടങ്ങും. കാരണം അല്ലാത്തവരാണെങ്കിൽ നമുക്കൊന്നുകൊണ്ട് നോക്കാമെന്നറിയും, സാൾട്ട് റെസ്ട്രിക്ഷന് അല്ലെങ്കിൽ ഡയറ്റ് കൂടെ എക്സസൈസൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഷുഗർ രോഗികളെ നമ്മൾ 140/90 ആണെങ്കിൽ പോലും BP നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും, 130/80ലേക്ക് കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ താളം തരും, ഹാർട്ടിനൊക്കെ സ്ട്രെയിൻ വരും. പിന്നെ നമ്മൾ മൂന്നാമത്തെ C എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളാണ്. അപ്പോൾ A നമ്മൾ A1c ആണ്, ബ്ലഡ് പ്രഷറാണ്, BP ആണ്, C എന്ന് പറയുമ്പോൾ കൊളസ്ട്രോളാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ നമുക്ക് കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ലോ ഡോസ് കൊളസ്ട്രോൾ കൊടുക്കണം. ഹാർട്ടിന് ബ്ലോക്കൊക്കെ വരും തടയാൻ സാധിക്കും. നമ്മൾ LDL ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 100 mg/dL താഴെയായിരിക്കണം. പ്രത്യേകിച്ച് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, അറ്റാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 70 mg/dL താഴെയാക്കണം. എന്നാലും നമുക്ക് കാർഡിയാക് റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് A പറഞ്ഞ A1c, B BP ആണ്, C പറഞ്ഞ കൊളസ്ട്രോൾ, ഇനിയുള്ള D ആണ്. D പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഡ്രഗ്സാണ്. നമ്മൾ ഷുഗറിന് പലവിധ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇൻസുലിൻ. അതുകൂടാതെ ഡയറ്റ് വരുന്നുണ്ട്, അതുകൂടാതെ ഡയബറ്റിസ് എഡ്യൂക്കേഷൻ ഉണ്ട്. നമ്മൾ അത്യാവശ്യം പ്രമേഹത്തെ പോലെ ഒരു ധാരണ നമ്മുടെ വേണം. യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ പുസ്തകങ്ങളുണ്ട്, ആനുകാലിക മാസികകളുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. ഇതിൽ ഡയറ്റീഷ്യനൊക്കെ ഉണ്ട്. അപ്പം ഡയറ്റും വളരെ പ്രധാനമാണ്. പ്രമേഹ രോഗി ഏതൊക്കെ ആഹാരം കഴിക്കേണ്ടത് നമുക്കറിയാം. ക്വാർട്ടർ പ്ലേറ്റ് കൺസെപ്റ്റ് എന്ന് പറയും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റ് എടുക്കണം, 4 പോർഷൻ ആക്കണം. ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ്, ഒരു പോർഷൻ വെജിറ്റബിൾസ് സലാഡ് കൂടി, ഒരു പോർഷൻ നമ്മൾ പ്രോട്ടീൻസ്, ഒരു പോർഷൻ ഫാറ്റ്സ്. അപ്പം അങ്ങനെ കഴിക്കുകയാണ്. ക്വാർട്ടർ പ്ലേറ്റ് കൺസെപ്റ്റാണ് ഏറ്റവും നല്ല ഒരു ബാലൻസ് ഡയറ്റ് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമ്മളിപ്പം കഴിക്കുന്നത് കഴിഞ്ഞാൽ ഒരു ഹാഫിന് മുകളിലോട്ട് കാർബോഹൈഡ്രേറ്റ് കഴിയും, പിന്നെ കുറച്ച് കറികളും. അപ്പം പച്ചക്കറികൾ കുറവായിരിക്കും, ഇലക്കറികളൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ് ആയിരിക്കും കഴിക്കുന്നത്, മീറ്റ് ഐറ്റംസ് ആയിരിക്കും കഴിക്കുന്നത്. വല്ല ഓഫൺ ചിലപ്പോഴൊക്കെ നമ്മൾ വല്ല തൈരോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും, കടലയോ പരിപ്പുകളൊക്കെ കഴിക്കും. അപ്പം കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ട ഇലക്കറികൾ, പഴങ്ങൾ, സലാഡുകൾ, പിന്നെ അതുകൂടാതെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ 4-1 ആക്കണം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള സാധനങ്ങൾ, പ്രോട്ടീനുള്ള സാധനങ്ങൾ, മുട്ട കഴിക്കാം, കടല കഴിക്കാം, പരിപ്പ് കഴിക്കാം. അതുകൂടാതെ പാൽ ഐറ്റംസ്, തൈര്, മോരൊക്കെ കഴിക്കാം. അതുകൂടാതെ നമ്മൾ മധുരമുള്ള ഐറ്റംസ്, പഴങ്ങൾ മധുരമുള്ള ഒഴിവാക്കണം. ഇപ്പം ചെറുപഴം കഴിക്കാം, റോസ്റ്റാപ്പഴം, പേരയ്ക്ക, ആപ്പിൾ, പപ്പായ, ഇതൊക്കെ കഴിക്കാമെന്നാണ്. പലപ്പോഴും ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രമേഹരോഗികൾക്ക് മധുരമുള്ള പഴങ്ങളോട് താല്പര്യം. ഏത്തപ്പഴം പലരും പുഴുങ്ങിയും ചുട്ടും പച്ചക്കൊക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ അത് നല്ല ഒരു ഡയറ്റല്ല. പ്രമേഹ രോഗികൾക്ക് ഏത്തപ്പഴം കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതലാണ്, ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. ഗ്ലൈസിക് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു ഭക്ഷണപദാർത്ഥമാണ്. അപ്പോൾ ഏത്തപ്പഴം ഒഴിവാക്കുക. പിന്നെ ഉള്ളത് ചക്കപ്പഴം, മാങ്ങാപ്പഴം, ഓറഞ്ച്, പൈനാപ്പിൾ, ഇതെല്ലാം മധുരം കൂടിയ പഴങ്ങളാണ്. ഇങ്ങനെയുള്ള പഴങ്ങൾ ഒഴിവാക്കുന്നതല്ല. അപ്പം ക്വാർട്ടർ പ്ലേറ്റ് നമ്മൾ കഴിക്കാൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ A1c, B പറഞ്ഞ ബ്ലഡ് പ്രഷറാണ്, C പറഞ്ഞ കൊളസ്ട്രോളാണ്, പിന്നെ D പറഞ്ഞ ഡ്രഗ്സ്, ഡയറ്റ്, പിന്നെയുള്ള ഡയബറ്റിസ് എഡ്യൂക്കേഷനാണ്. പിന്നെയുള്ളത് F ആണ്. F എന്ന് പറഞ്ഞാൽ ഫുഡ് കെയർ. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പരിസ്ഥിതി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഫുഡ് കെയർ ആണ്. കാലിന് മരവിപ്പ് വന്നു, ചെറിയൊരു മുറിവ് വന്നു, അത് ഇൻഫെക്ഷനായി, പിന്നെ അത് ഗാംഗ്രീനായി, പിന്നെ അത് കാല് ആംപുട്ടേഷൻ, മുറിക്കിലേക്ക് പോകുന്ന സ്ഥിതി വരുന്നുണ്ട്. നമ്മൾ പ്രോപ്പറായുള്ള MCR ചപ്പർ ഉപയോഗിക്കുന്നു, കാലിന് മരപ്പ് വരുന്ന ഡോക്ടറെ കാണുന്നു, അതിന് പ്രോപ്പർ മരുന്ന് കഴിയും. പ്രത്യേകിച്ച് നമ്മൾ മെറ്റ്ഫോം ഗുളിക കഴിയുമ്പോൾ കാലിന് മരപ്പ് വരാം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാം.
നമ്മൾ അങ്ങനെ വരുമ്പോൾ ന്യൂറോപ്പതി വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിറ്റാമിൻ ഗുളിക കഴിക്കുന്നുണ്ട്, എന്നാൽ പോലും ഷുഗർ കൺട്രോൾ A1C ഇപ്പോൾ 7 താഴെ വന്നാലേ നമുക്ക് ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി തടയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫുഡ് കെയർ വളരെ പ്രധാനമാണ്. സെൽഫ് എക്സാമിനേഷൻ ഓഫ് ഫുഡ് പ്രധാനമാണ്. MCR ചപ്പൽ പ്രധാനമാണ്. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട്, കളർ ചേഞ്ച് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കുമ്പള കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചുവപ്പ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അബ്നോർമലായിട്ട് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പം ഡോക്ടറെ കണ്ട് നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് പോകാതെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം. ഈ 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ A1C, BP ആണ്, C കൊളസ്ട്രോൾ ആണ്, D ഡ്രഗ്സ്, ഡയറ്റ് ആൻഡ് ഡയബറ്റീസ് എഡ്യൂക്കേഷനാണ്, E എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഞാൻ പറയാൻ വിട്ടു. എന്ന് പറയുമ്പോൾ ഐ എക്സാമിനേഷനാണ്. അത് ഇയർലി നമ്മൾ ചെയ്യണം. എല്ലാ വർഷവും നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ണുമ്പോൾ ഫുള്ളായിട്ട് പരിശോധിക്കണം. നമുക്ക് ഗ്ലോക്കോമയുണ്ടോ, കാറ്ററാക്റ്റ് ഉണ്ടോ, റെറ്റിനോപ്പതി ഉണ്ടോ, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പീപ്പിളൊക്കെ ഡയലേറ്റ് ചെയ്ത് നോക്കി, മരുന്ന് വെച്ച് ഡയലേറ്റ് ചെയ്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഐ നോക്കണം. അതുകൂടെ എക്സസൈസും ഉണ്ട് ഈയുടെ കൂട്ടത്തിൽ. പ്രോപ്പറായിട്ട് 30 മിനിറ്റ്സ് എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസം, 150 മിനിറ്റ് പെർ വീക്ക്. അങ്ങനെ നമ്മളൊരു എക്സസൈസ് പാറ്റേൺ വേണം, ഐ ചെക്കപ്പ് വേണം. അതുകൂടാതെ നമ്മൾ ഈ വാലുവേഷൻ ഇടയ്ക്ക് വീക്കിലി ഷുഗറൊക്കെ വെച്ച് അല്ലെങ്കിൽ മന്ത്ലി ഡോക്ടർ വിസിറ്റ് നടത്തും. ഇതെല്ലാം ഈ റിപ്പോർട്ടുകളൊക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. കാല് നോക്കണം, കണ്ണ് നോക്കണം, HbA1c നോക്കണം, BP നോക്കണം, കൊളസ്ട്രോൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓട്ടും കൂടെ നോക്കി, നമ്മൾ ഐസും കൂടെ നോക്കി പോവുകയാണെങ്കിൽ 6 കാര്യങ്ങളാവും, ABCDEF. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് പ്രമേഹ രോഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്നത് തടയാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. താങ്ക് യു.